ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എല്ലാവരും നമ്മുടെ ബൈജുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ബൈജുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് ഉടനെ തന്നെ പെണ്ണ് കാണാൻ പോകാം എന്ന് കിരൺ ബൈജുവിനോട് പറയുന്നുണ്ട്. എന്തായാലും ബൈജു വേഗം തന്നെ കാര്യങ്ങൾ സ്റ്റെഫിയെ അറിയിക്കുകയും ചെയ്യുകയാണ്. സ്റ്റെഫി ആരൊക്കെ വരുന്നു എന്ന് ആ സമയത്ത് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അളിയൻ എന്തായാലും ഉണ്ടാവും, കല്യാണം ഉണ്ടോ എന്ന് അറിയില്ല എന്നിങ്ങനെ മറുപടി പറയുന്നുണ്ട് ബൈജു. അതിനുശേഷം കിരൺ ആണെങ്കിൽ കല്യാണിയോട് രാത്രി സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും ബൈജുവിൻ്റെ കല്യാണം നടത്തി കൊടുക്കണം, അവന് പിന്നെ സാലറി കൂട്ടി കൊടുക്കണം, പിന്നെ അവന് പ്രൊമോഷനും കൊടുക്കണം, തന്നെയല്ല അവന് ഭാര്യ എത്ര കഴിവുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ ചെലവിലൊന്നും ജീവിക്കേണ്ട, പിന്നെ അവൻ ഇപ്പോൾ ഒരുപക്ഷെ കുറച്ച് നാൾ അവൻ ചെന്നൈയിൽ താമസിക്കേണ്ടി വരും, ചെന്നൈയിലാണല്ലോ അവളുടെ വീട് എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഉടനെ തന്നെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് കല്യാണം ഉടനെ നടത്തണം, കല്യാണം കഴിഞ്ഞ് അവർക്ക് ഹണിമൂണിന് പോകേണ്ട കാര്യങ്ങളും നമുക്ക് എത്രയും വേഗം ഏത് സ്ഥലത്താണ് പോകേണ്ടതൊക്കെ നമുക്ക് ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ കല്യാണിയോട് കിരൺ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ കിരണും അതുപോലെ പ്രകാശനും ബൈജുവും കൂടിയിട്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത്. അങ്ങനെ അവിടെ സ്റ്റെഫി ഉണ്ടാകും. സ്റ്റെഫി വെള്ളമൊക്കെ കൊടുത്ത് അതൊക്കെ കുടിച്ച് നല്ല സന്തോഷത്തോടു കൂടിയിട്ട്, എന്തായാലും കിരണ് മനസ്സിലാകുന്നില്ല സ്റ്റെഫിയാണ് അതെന്നുള്ള കാര്യം കിരണ് മനസ്സിലാകുന്നില്ല. കാരണം കിരൺ കണ്ടിട്ടില്ലല്ലോ. അതിനുശേഷം അവളുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് രണ്ട് ഗുണ്ടകളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ഗുണ്ട കത്തിയുമായിട്ട് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ഇവർ വണ്ടിയിലോട്ട് പറഞ്ഞ് പുറത്തിറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുമ്പോഴായിരിക്കും ആ ഗുണ്ട പാഞ്ഞു വരുന്നത് കിരണിൻ്റെ അരികിലേക്ക് കുത്താനായിട്ട് കത്തിയുമായിട്ട്. അപ്പോൾ അത് പ്രകാശൻ കാണുകയും പ്രകാശൻ കിരണിനെ തട്ടിമാറ്റി മുന്നിൽ കയറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കുത്ത് കിട്ടുന്നത് പ്രകാശനാണ്. എന്തായാലും ഉടനെ ഹോസ്പിറ്റലിലേക്ക് പ്രകാശനെ കൊണ്ടുപോകുന്നുണ്ട്. പ്രകാശൻ അവിടെ വെച്ചിട്ട് വളരെ ഗുരുതരമായൊരവസ്ഥയിലൊക്കെയാണ് പ്രകാശൻ്റെ പോക്ക്. അത് കല്യാണിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കല്യാണി പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു വിധത്തിലാണ് പ്രകാശനെ ആ ജീവൻ നിലനിർത്തി തിരികെ കൊണ്ടുവരുന്നതും. അതിനുശേഷമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, സ്റ്റെഫിയുടെ വീട്ടിൽ വെച്ച് ആരാണ് പ്രകാശനെ കുത്തിയത്, എന്തായാലും കിരണിനെ കൊല്ലാൻ വന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ എന്താണെന്ന കാര്യം. അതുപോലെ തന്നെ നമ്മുടെ കല്യാണിക്ക് നല്ല സംശയമുണ്ട് ഈ സ്റ്റെഫിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സ്റ്റെഫിയാണ് അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റെഫിയുടെ പുറകിൽ അവൻ ഗംഗ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും സ്റ്റെഫിക്കുള്ള പണി ഉടനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈജുവിന് അത് ഭയങ്കര വിഷമമാണ്. കാരണം താൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു ദുരന്തം ഈ ഒരു വീട്ടിൽ വന്നത്, താന് പുറത്തുനിന്ന് വന്ന് തൻ്റെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണല്ലോ എന്നുള്ള കുറ്റബോധവും നമ്മുടെ ബൈജുവിന് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷം ബൈജു തന്നെ നിഷയുടെ കാര്യം എടുത്തിരുന്നുണ്ട്. എന്തായാലും നിഷയെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണ്. അങ്ങനെ നിഷയോട് ഈ ഒരു കാര്യം കല്യാണി ചെന്ന് ആദ്യം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. നിഷയ്ക്ക് അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. ബൈജുവിന് ഇഷ്ടപ്പെടാതെയല്ല, കാരണം ഇതിന് മുന്നേ കല്യാണം കഴിച്ചതാണല്ലോ, അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളും. അങ്ങനെ വീട്ടുകാരും എല്ലാവരും അങ്ങനെ പറയണ കേൾക്കുമ്പോൾ പിന്നെ നിഷയും സമ്മതിക്കുകയാണ്. അങ്ങനെ ബൈജുവിൻ്റെയും നിഷയുടെയും വിവാഹം ഉടനെ തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർക്ക് നല്ലൊരു ജീവിതം, ഇതുപോലെ ഇവരുടെ തണലിൽ നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. ബൈജുവിന് ഇവരുടെ ആ വാക്ക് കേട്ട് അവർക്കൊരു സന്തോഷം നൽകാൻ പറ്റിയ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ബൈജു മുന്നോട്ട് പോകുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.